ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായാൽ പോലീസിൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇൻഫോം ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇതേപോലൊരു സ്റ്റോറി ഇന്നത്തെ കാലത്ത് അൺബിലീവബിൾ ആണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ അങ്ങനെ ഇതിനെ പുച്ഛിച്ച് തള്ളണ്ട. ഈ വാമ്പയറുകളുടെ സ്റ്റോറിയിൽ ഒരു സയൻസ് ഉണ്ട്. വെറും ഒരു അന്ധവിശ്വാസമായിട്ട് ഇതിനെ അവതരിപ്പിച്ച് വേണമെങ്കിൽ ഡോക്ടർക്ക് ഷൈൻ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ ആളെയും കിട്ടും. പക്ഷെ സത്യം അതല്ല. അതിപ്പോ ഇതിനെപ്പറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് എന്താ പറയാനുള്ളത്? ഞാനും ഡോക്ടർ സുരേഷിനെ പോലെ തന്നെയാണ് ആദ്യം ഈ മാറ്ററിനോട് പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നു. മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ബ്ലഡ് ലോസ് ആയത് മുഴുവൻ താരയുടെ കഴുത്തിലെ മുറിവിലൂടെയാണ്. എന്നാൽ അതെങ്ങനെ ഉണ്ടായെന്ന് നിങ്ങളൊട്ട് പറയുന്നുമില്ല. ഹോട്ടലിലെ സ്ത്രീയുടെ മരണം, എൻ്റെ മകൾ ആനിയുടെ കഴുത്തിലുണ്ടായ മുറിപ്പാടുകൾ, റൊമേനിയിൽ നിന്ന് വന്ന പുരോഹിതന്മാരുടെയും ഡോക്ടർ പോൾ റോബിൻസിന്റെയും വിശദീകരണം, മാത്രമല്ല ഇന്നലെ രാത്രിയിൽ കാവിൽ വെച്ചുണ്ടായ കൃഷ്ണൻ നായരുടെ അതിദാരുണമായ മരണം, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ there is something wrong somewhere. യെസ്, അവനവൻ അനുഭവം വരുമ്പോഴേ ഇതിലൊക്കെ വിശ്വാസം വരികയുള്ളൂ. അല്ലെങ്കിൽ കെട്ടുകഥകളായി കരുതി ഇതൊക്കെ പുച്ഛിച്ച് തള്ളത്തുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഗാർലിക് ഫ്ലവേഴ്സും കാട്ടു റോസാപ്പൂക്കളും താരയുടെ മുറിയിൽ വെക്കാൻ ഡോക്ടർ അനുവദിക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവന് ആപത്താകും. രാത്രിയിൽ ആ മുറിയുടെ ജനലുകളും വാതിലുകളും ഭദ്രമായി അടച്ചിടുകയും വേണം. ഇതൊരു സർക്കാർ മെഡിക്കൽ ഹോസ്പിറ്റലാണ്. വെറുതെ എന്റെ പേരിൽ നടപടി വിളിച്ചു വരുത്തണോ? ഡോക്ടർ ഇത് അനുവദിക്കാത്തതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് ഓക്കെ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ECG റിപ്പോർട്ട് എടുത്തിരുന്നോ? ഡ്യൂട്ടി റൂമിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. എന്താ ഒളിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ല. ചേച്ചിക്ക് കുറവുണ്ടോ? ഷീസ് ഓക്കെ. ശരി. പ്ലീസ്. രാജുവിനെ കാണാൻ ഓടി വരുമായിരുന്നു അല്ലേ? രാജു എവിടെ? തിരുപ്പുണ്ട്. ഞാൻ വാർഡിലോട്ട് പോവാ. ഓക്കെ. എന്താ രാജു? ചുമ്മാ നിന്നെ ഒന്ന് കാണുവാൻ തോന്നി. എന്താ കാണിക്കുന്നത്? ഒന്നുമില്ല. അതല്ല, നിന്റെ മുഖത്തൊരു വല്ലായ്മ. എന്തു പറ്റി? ഞാനിപ്പോ ആ പ്രൊഫസർ വില്യം ഡിസൂസയെ കണ്ടു. ഡിസൂസ സാറിനെ കണ്ടെന്നോ? എവിടെ വെച്ച്? ഇപ്പോ ഇവിടെ ഈ കോറിഡോറിൽ വെച്ച്. ഒന്ന് പോടി പെണ്ണെ, അങ്ങേര് വീട്ടിലാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഫോൺ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ കണ്ടതോ? നീ കണ്ടതല്ലോ സ്വപ്നമായിരിക്കും. ശരിയാ, ഞാൻ ചിലപ്പോ ഇനി സ്വപ്നം കണ്ടതായിരിക്കും. എന്താ നീ പെരുവർക്കുന്നേ? 3-4 ദിവസമായിട്ട് ഞാൻ രാജുനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. എന്താ? ഇന്ന് രാത്രിയില് ഞാൻ ചില ദുസ്വപ്നങ്ങൾ കാണുക. കഴിഞ്ഞ ദിവസം കണ്ട പോലെ എനിക്ക് 2 കൊമ്പുമാലുണ്ടെന്നാണോ? അല്ല, അന്ന് ഞാൻ അങ്ങനെയല്ല കണ്ടത്. രാജുനോട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടതിന് ശേഷം എല്ലാ രാത്രികളിലും ഈ വില്യം ഡിസൂസയെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. അത് ശരി. സൂട്ടും കോട്ടൊക്കെ ഇട്ട് സായിപ്പിനെ പോലെ ഒരാളെ കണ്ടപ്പോ ഈ എന്നെ സ്വപ്നത്തിൽ നിന്ന് മാറ്റിയല്ലേ? മതി കളിയാക്കല്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ വളരെ സീരിയസോടെ പറഞ്ഞപ്പോ അപ്പോഴേയും കരച്ചിലെത്തിയോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഈ ലോകത്ത് ഏത് ഹീറോ വന്നാലും എന്റെ മീനയുടെ ഹീറോ നിന്റെ ഈ രാജു തന്നെ. ഡ്യൂട്ടി റൂമാ. അതുകൊണ്ടല്ലേ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത്.